നമസ്കാരം, ഞാൻ ഡോക്ടർ നിമിഷ, കുട്ടികളുടെ ഡോക്ടറാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ട് വരാറുണ്ടോ? അതായത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നെബുലൈസേഷൻസ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കേണ്ടി വരിക, ഹോസ്പിറ്റൽ അഡ്മിഷൻസ് വേണ്ടി വരിക, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ നെബുലൈസേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടീന്റെ ശ്വാസം മുട്ടൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് IV ആയിട്ട് മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്, ഓറലി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ IV ആയിട്ടും ഓറലൊക്കെ കൊടുക്കുമ്പോഴും അത് പലതരം സിസ്റ്റത്തിലൂടെ പോയിട്ടാണ് അവസാനം ലങ്സിലെത്തുന്നത്. പക്ഷെ അതിന് നമുക്ക് വേറൊരു പോം വഴിയുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് സ്പേസർ വിത്ത് ഇൻഹേലർ. അതായത് 4 വയസ്സിന് താഴെയുള്ള കുഞ്ഞാണെങ്കിലും ശ്വാസമുട്ടൽ ഉണ്ടെങ്കിൽ ഇൻഹേലർ സ്പേസർ വഴി കൊടുത്തു കഴിഞ്ഞാൽ എഫക്റ്റീവ്നെസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അനാവശ്യമായിട്ടുള്ള അഡ്മിഷൻസും ഓറൽ മെഡിക്കേഷൻസും ഒക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ ഇൻഹേലർ വിത്ത് സ്പേസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ അനാവശ്യമായ ഹോസ്പിറ്റൽ അഡ്മിഷൻസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ലങ്സിലേക്ക് മെഡിസിൻസിന്റെ ഡെലിവറി എത്തിക്കാനും സാധിക്കുന്നതാണ്. നമ്മുടെ വീടുകളിൽ ഗ്രാൻഡ് പാരന്റ്സ് ആണ് കുഞ്ഞുങ്ങളെ നോക്കുന്നതെങ്കിൽ പെട്ടെന്നൊരു എമർജൻസി വരികയാണ്, കുഞ്ഞിന് ശ്വാസമുട്ടൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഹേലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ശ്വാസമുട്ടൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് എമർജൻസീസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് കരുതി വളരെ സിക്ക് ആയിട്ടുള്ള കുട്ടിയെ ഈ ഇൻഹേലർ മാത്രം യൂസ് ചെയ്ത് വീട്ടിലിരുത്തണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് കൺട്രോൾ, ശ്വാസമുട്ടലുള്ള ഒരു കുഞ്ഞിന് നന്നായിട്ട് കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ട് ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ പാരന്റ്സിന് വളരെ ഇൻഹിബിഷൻ ആണ്. ഈ ഇൻഹേലേഴ്സ് വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം അവർ ഇതന്നെ യൂസ് ചെയ്യണം, അതുപോലെ തന്നെ കുട്ടിക്ക് ഇതിന് അഡിക്ഷൻ വരും എന്നൊക്കെ. അപ്പൊ ഇത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ശരിക്കും നമ്മൾ ഓറലിയും അല്ലെങ്കിൽ IV ആയിട്ടും എടുക്കുന്നതിനൊക്കെ എത്രയോ ബെറ്റർ ആണ് ഈ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പം എങ്ങനെ ഈ ഇൻഹേലർ വിത്ത് സ്പേസർ യൂസ് ചെയ്യുക എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും.